എല്ലാവർക്കും സമാധാനവും ശാന്തിയും ആശംസിക്കുന്നു. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 2-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വചനങ്ങൾ. മോവാബിനെതിരെ കർത്താവ് അരുളി ചെയ്യുന്നു, മോവാബ് ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. കാരണം അവൻ ഏദോം രാജാവിന്റെ അസ്ഥികൾ കത്തിച്ച് ചാമ്പലാക്കി. മോവാബിന്റെ മേൽ ഞാൻ അഗ്നി അയക്കും. കൊറിയോത്തിന്റെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങും. ആർപ്പുവിളികളുടെയും അട്ടഹാസങ്ങളുടെയും കാഹളധ്വനിയുടെയും ഇടയിൽ മോവാബ് നശിച്ചു പോകും. അവരുടെ ഇടയിൽ നിന്ന് രാജാവിനെ ഞാൻ വിച്ഛേദിച്ചു കളയും. അവനോടൊപ്പം അവന്റെ പ്രഭുക്കന്മാരെയും ഞാൻ വധിക്കും. കർത്താവാണ് അരുളി ചെയ്യുന്നത്. യൂദായ്ക്ക് ശിക്ഷ. കർത്താവ് അരുളി ചെയ്യുന്നു, യൂദ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. അവർ കർത്താവിന്റെ നിയമത്തെ പരിത്യജിച്ചു, അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചില്ല. അവരുടെ പൂർവികന്മാർ പിൻചെന്ന വ്യാജദേവന്മാർ അവരെ വഴിതെറ്റിച്ചു. യൂദായ്ക്കുമേൽ ഞാൻ അഗ്നി അയക്കും. ജെറുസലേമിന്റെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങും. ഇസ്രായേലിനെ വിധിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. അവർ നീതിമാന്മാരെ വെള്ളിക്ക് വിൽക്കുന്നു. ഒരു ജോഡി ചെരുപ്പിന് സാധുക്കളെയും പെട്ടവരുടെ തല അവർ പൂഴിയിൽ ചവിട്ടി മെതിക്കുന്നു. ദരിദ്രരെ വഴിയിൽ നിന്ന് തള്ളി മാറ്റുന്നു. അപ്പനും മകനും ഒരേ യുവതിയെ പ്രാപിക്കുന്നു. അങ്ങനെ അവർ എൻ്റെ വിശുദ്ധ നാമത്തിന് കളങ്കം വരുത്തുന്നു. പണയം കിട്ടിയ വസ്ത്രം ധരിച്ച് ഓരോ ബലിപീഠത്തിനും അരികിൽ അവർ ശയിക്കുന്നു. പിഴയായി ഈടാക്കിയ മദ്യം അവർ തങ്ങളുടെ ദേവന്റെ ആലയത്തിൽ വെച്ച് കുടിക്കുന്നു. ദേവദാരു പോലെ ഉയരവും കാരുവേലകം പോലെ കരുത്തും ഉണ്ടായിരുന്ന അമ്മോന്യരെ ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് തകർത്തു. മുകളിൽ അവരുടെ ഫലവും താഴെ അവരുടെ വേരുകളും ഞാൻ നശിപ്പിച്ചു. ഈജിപ്ത് ദേശത്തു നിന്ന് നിങ്ങളെ മോചിപ്പിച്ച് മരുഭൂമിയിലൂടെ 40 വർഷം നയിച്ച് അമ്മോന്യരുടെ ഭൂമി ഞാൻ നിങ്ങൾക്ക് സ്വന്തമായി നൽകി. നിങ്ങളുടെ മക്കളിൽ ചിലരെ പ്രവാചകന്മാരായും നിങ്ങളുടെ യുവാക്കന്മാരിൽ ചിലരെ നസീർ വ്രതക്കാരായും ഞാൻ ഉയർത്തി. ഇസ്രായേൽ ജനമേ, ഇത് വാസ്തവമല്ലേ കർത്താവ് അരുളി ചെയ്യുന്നത്? എന്നാൽ നസീർ വ്രതക്കാരെ നിങ്ങൾ വീഞ്ഞു കുടിപ്പിച്ചു, പ്രവാചകന്മാരോട് പ്രവചിക്കരുതെന്ന് കൽപ്പിച്ചു. കറ്റകൾ നിറഞ്ഞ വണ്ടി കീഴോട്ട് അമരുന്നത് പോലെ ഞാൻ നിങ്ങളെ മണ്ണിനോട് ചേർത്ത് ഞെരുക്കും. ഓടുന്നവനെ അവന്റെ ശീഘ്രത രക്ഷിക്കാനാകുകയില്ല. ശക്തന്മാരുടെ ശക്തി നിലനിൽക്കുകയില്ല. കരുത്തനു ജീവൻ രക്ഷിക്കാനാവില്ല. വില്ലാളികൾ ചെറുത്തു നിൽക്കുകയില്ല. ശീഘ്രഗമികൾ ഓടി രക്ഷപ്പെടുകയില്ല. അശ്വരൂഢന് ജീവൻ രക്ഷിക്കാനാവുകയുമില്ല. കരുത്തിൽ ചങ്കുറ്റമുള്ളവർ പോലും അഗ്നി നഗ്നരായി പലായനം ചെയ്യും. കർത്താവാണ് അരുളി ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എത്രയോ ശക്തമായ തിന്മയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നതെന്ന് ആമോസ് ചൂണ്ടിക്കാട്ടുന്നുണ്ടല്ലോ. നീതിമാന്മാരെ വെള്ളിക്കാശിന് വിൽക്കുന്നു. ഒരു ജോഡി ചെരുപ്പിന് വേണ്ടി സാധുക്കളെയും പാവപ്പെട്ടവരെ പൂഴിയിൽ ചവിട്ടിത്താത്തുന്നു. ദൈവമേ, ക്രൂരതകൾ കണ്ടിട്ടാണല്ലോ ആമോസ് പ്രവാചകൻ പ്രവചിക്കുന്നത്.
ഈ തിന്മകളിൽ പലതും ഞങ്ങളുടെ സമൂഹങ്ങളില് ഉണ്ട് കർത്താവേ. പാവപ്പെട്ടവരെ പൂഴിയെ ചവിട്ടിത്താത്തുന്ന സംസ്കാരങ്ങളെ ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ കാണുന്നു. നിന്റെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ ശിരസ് നമിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സ്നേഹമുള്ളവരെ, ഈ വചനങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കണം, ഷെയർ ചെയ്യണം. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ സമൂഹത്തെ വളർത്തും. ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായി പരിപാലിക്കും. മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം, പങ്കുവെക്കണം. എൻ്റെ പേര് സണ്ണി വർഗീസ് പുൽപ്പറമ്പിൽ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. ആമേൻ.